വർക്ക് പ്ലേസ് ബേൺഔട്ട്, വർക്ക് പ്ലേസ് സ്ട്രെസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോയും ചെയ്യുന്നുണ്ട്. വർക്ക് പ്ലേസ് ബേൺഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ നിരന്തരമായി സ്ട്രെസ്സ് അനുഭവിച്ച് അതിൻ്റെ എക്സ്ട്രീം ലെവലിലെത്തുന്ന സങ്കീർണമായ ഒരു മാനസികാവസ്ഥ. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതിനെ ഒരു തൊഴിൽ പ്രതിഭാസമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ക്രോണിക് വർക്ക് പ്ലേസ് സിൻഡ്രോം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാനസികവും ശാരീരികവും വൈകാരികവുമായ ആരോഗ്യത്തിന് ഇത് ഭീഷണിയാകുന്നു. ആദ്യമൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങൾ വളരെ സൗമ്യമായിരിക്കും, പിന്നീട് അത് വഷളായിത്തീരുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ ലക്ഷണങ്ങളിലേക്ക് ഒന്ന് പോകാം. അമിതമായ ദേഷ്യം, സൗഹൃദ ബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലുമൊക്കെ വിള്ളൽ വീഴുന്നു, സന്തോഷങ്ങളൊന്നും ആസ്വദിക്കാൻ പറ്റാതെ വരുന്നു, സമ്മർദ്ദത്തെ അതിജീവിക്കാൻ വേണ്ടി മദ്യം പോലുള്ള ലഹരി പദാർത്ഥങ്ങളിൽ അഭയം തേടുന്നു, വിശപ്പില്ലായ്മ, ഉറക്കമില്ലായ്മ, ഓർമ്മക്കുറവ്, ഏകാഗ്രത കുറവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന ജോലിയൊക്കെ തീർക്കാൻ വേണ്ടി ഒത്തിരിയേറെ സമയമെടുക്കുന്നു. എല്ലാത്തിനും ഒരു ഡിലേ. ജീവിതത്തിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നിട്ടും ഞാൻ മറ്റുള്ളവർക്ക് ഒരു ബാധ്യതയായിത്തീരുന്നു എന്നൊക്കെ ചിന്തിച്ച് ആത്മഹത്യ പ്രവണതയിലേക്ക് പോകുന്നു. പിന്നെ വളരെ ഇഷ്ടത്തോടുകൂടി ചെയ്തിരുന്ന ജോലിയിൽ ഒരാത്മവിശ്വാസക്കുറവ്, എന്നെക്കൊണ്ട് ഇത് സാധിക്കുമോ, എന്നെക്കൊണ്ട് ഇത് സാധിക്കില്ല എന്നുള്ള ഒരു സെൽഫ് ഡൗട്ട്, ജോലി സ്ഥലത്തെയും ജോലിക്ക് പോകുന്ന കാര്യത്തെയൊക്കെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു ആദിയും വ്യാധിയും, ആവശ്യമില്ലാതെ അവധികൾ എടുക്കുന്നു, ഒരു ഉൾവലിയൽ, ഉത്കണ്ഠ, അനാരോഗ്യകരമായ ചിന്തകൾ, ജോലി ഉപേക്ഷിക്കണം എന്ന അവസ്ഥയിൽ എത്തിച്ചേരുന്നു. ശാരീരിക അസുഖങ്ങൾ, രോഗപ്രതിരോധ ശേഷി കുറയുന്നു, തലവേദന, തലചുറ്റൽ, ഉദരസംബന്ധമായ രോഗങ്ങൾ, നമ്മളുടെ ജോയിൻറ്റുകളിലൊക്കെ വേദന, മൊത്തത്തിൽ ഒരു ഇറിറ്റേഷൻ. അപ്പോൾ നമുക്കിതിൻ്റെ കാരണങ്ങളിലേക്കൊക്കെ പോകാം. കുറേയേറെ കാരണങ്ങളുണ്ട്, അതിൽ കുറച്ചാണ് ഞാനിവിടെ പറയുന്നുള്ളൂ. ഒന്നാമത്, ജോലിയും സ്വകാര്യ ജീവിതവും തമ്മിൽ ബാലൻസ് ചെയ്ത് പോകാൻ പറ്റാത്ത ഒരവസ്ഥ. രണ്ട്, നമ്മളുടെ ജീവിത പങ്കാളിയുടെ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നുള്ളൊരു സപ്പോർട്ടില്ലായ്മ, നമ്മൾ ഏതെങ്കിലും ഒരു ട്രൗമ സ്റ്റേജിലൂടെ കടന്നു പോകുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മളുടെ വീട് എന്നുള്ളതൊരു സ്വർഗവും നമ്മുടെ ജോലിസ്ഥലം ഒരു പൂന്തോട്ടവുമായിട്ട് നമ്മൾ സങ്കല്പിച്ചാൽ സ്വർഗത്തിൽ നിന്നും പൂന്തോട്ടത്തിലേക്ക് പോകുന്ന ഒരു യാത്രയാവണം ഈ ജോലിക്കുള്ള പോക്കെന്ന് പറയുമ്പോൾ. ഈ സാധാരണ നമ്മൾ നരകത്തിൽ നിന്നാണ് പൂന്തോട്ടത്തിലേക്ക് പോകുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ അവിടെ കാണുന്നവരെ, നമ്മുടെ അസ്വസ്ഥത മൊത്തം നെഗറ്റീവായിട്ട് അവിടെ ചെന്ന് അത് അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരെ കുത്തിവെച്ചുകൊണ്ടിരിക്കും. സഹപ്രവർത്തകരുടെ പിന്തുണയും പ്രോത്സാഹനവും ഇല്ലായ്മ. അടുത്തതായിട്ട്, ചില നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയുടെ ഘടകങ്ങളുള്ള മേലധികാരികൾ. ഞാൻ പറയുന്നത് പോലെ ലോകം നീങ്ങണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന കുറച്ച് വ്യക്തികളെ അവർ നിലനിർത്തിക്കൊണ്ട് പോകും. അവർ പറയുന്നതായിരിക്കും ഇവർക്ക് ആപ്തവാക്യം. സത്യം എന്താണെന്ന് ഇവർ തേടിപ്പോകില്ല. അപ്പോൾ സത്യസന്ധമായി ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇവരുടെ അടുത്ത് എത്തുകയാണെങ്കിൽ അവരത് സ്വീകരിക്കണമെന്നല്ല, കേൾക്കാൻ പോലും തയ്യാറാവില്ല. അങ്ങനെയുള്ള അവസ്ഥയൊക്കെ ഈ എംപ്ലോയീസിനെ വല്ലാതെ ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിടുന്നതായിട്ട് കാണാം. ഗ്രൂപ്പിസം, ഇങ്ങനെയുള്ളൊരു സൈലൻ്റായ ഒരു ടീം ഒരു സ്ഥാപനത്തിൽ നിലനിൽക്കുന്നുണ്ടാവും. അവർ പുതിയ എൻട്രികളെയും കഴിവുള്ളവരെയും എപ്പോഴും തടഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഓവർ വർക്ക് ലോഡ് എന്ന് പറയുമ്പോൾ അണ്ണാനെ കൊണ്ട് ആനയുടെ പണിയെടുപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ്സിൻ്റെ ഇത് തന്നെ D greater than 6 ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്നതിലപ്പുറം ജോലി കൊടുക്കും. നേരെ തിരിച്ചു വന്നാലും ഇത് സംഭവിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് നല്ല കപ്പാസിറ്റിയും നല്ല കഴിവുള്ള വ്യക്തിയാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ കഴിവിനനുസരിച്ചുള്ള വർക്ക് ആ സ്ഥാപനത്തിൽ കൊടുത്തില്ലെങ്കിലും ഈ വ്യക്തി സ്ട്രെസ് ആയി മാറുന്നത് കാണാം. അതുകൂടാതെ ജോലി ചെയ്യുന്നതനുസരിച്ചുള്ള പ്രതിഫലമില്ലായ്മ, അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ടാർഗറ്റ് ഇട്ട് കൊടുക്കുക, പ്രോപ്പറായിട്ടൊരു ജോബ് ഡിസ്ക്രിപ്ഷൻ ഇല്ലായ്മ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറുമ്പോൾ തന്നെ ഓഫർ ലെറ്ററിൻ്റെ കൂടെ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ അടിച്ചു കൊടുക്കും. ഈ സ്ഥാപനത്തിൽ ചെയ്യേണ്ട വർക്കുകൾ ഇന്നതൊക്കെയാണെന്ന്. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ വർക്ക് കൊണ്ടുപോയി കൊടുക്കണം നിർത്തും. പക്ഷേ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ ഇല്ലെങ്കിൽ ഒരു വർക്ക് പ്ലേസിൽ നിന്ന് അടുത്ത വർക്ക് പ്ലേസിലേക്ക് ഇയാളെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വർക്ക് എപ്പോഴും പെൻഡിങ് ആയി പോകും. ഇത് വളരെയധികം ഒരു വ്യക്തിനെ സ്ട്രെസ്സിലേക്ക് തള്ളിവിടുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇല്ലാത്ത ഒരു സ്ഥാപനത്തിൻ്റെ പ്രശ്നങ്ങൾ. അതുകൂടാതെ പണ്ട് കാലത്തൊക്കെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു സാലറി, ഇൻസെൻറ്റീവ്, ജോബ് സെക്യൂരിറ്റി, ഇത് 3 മാത്രമാണ് ആഗ്രഹിച്ചിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്നൊരു വ്യക്തി ജോലിക്ക് കയറി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മോട്ടിവേഷൻ വേണം, ആ സ്ഥാപനത്തിൽ അപ്രിസിയേഷൻ വേണം, പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി വേണം, കരിയർ ഗ്രോത്ത് ഉണ്ടാവണം, എൻ്റർടൈൻമെൻറ്റിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഈ വ്യക്തി സ്ട്രെസ്ഡ് ആയിട്ട് മാറുന്നു. കാരണം ഞാനിപ്പോൾ ചില സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ ജോലി വിട്ടു പോകുന്ന സമയത്ത് നമ്മൾ എക്സിറ്റ് ഇൻ്റർവ്യൂ എടുക്കും. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സ്ഥാപനം വിട്ടു പോകുന്നത്? അപ്പോൾ അവർ പറയാറുണ്ട്, ഞങ്ങൾക്ക്
ഇനി ഇവിടെ കരിയർ ഗ്രോത്ത് ഇല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ജോലി വിട്ട് പോകുന്നതെന്ന്. ടെക്നോളജിയിൽ പിന്നോക്കാവസ്ഥ, ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ചില വ്യക്തികളുണ്ട് സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. എത്ര കഷ്ടപ്പെട്ട് രാവിലെ തൊട്ട് ഒരു കസ്റ്റമറെ കൊണ്ട് ഇടുന്നാലും വൈകുന്നേരം ആകുമ്പോൾ ആ സെയിൽസ് കൈവിട്ടു പോകും. അതൊക്കെ ഭയങ്കരമായ സ്ട്രെസ്സിലേക്ക് ആ വ്യക്തിനെ തള്ളിവിടും. പിന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ, ഇപ്പം നമ്മൾക്കൊരു ജീവിതശൈലി രോഗങ്ങളുള്ള വ്യക്തിക്ക് ഒരു ചെറിയ സ്ട്രെസ്സ് പോലും താങ്ങാൻ പറ്റുന്നുണ്ടാവില്ല. പിന്നെ പെർഫെക്ഷൻ, ഓവർ പെർഫെക്ഷൻ്റെ പുറകെ പോകുന്നവരും കൂടുതൽ സ്ട്രെസ്ഡ് ആവും. മനുഷ്യൻ എന്നുള്ളത് അവർ ഒത്തിരിയേറെ കുറ്റങ്ങളോ കുറവുകളോ ഉള്ള ഒരു വ്യക്തികളാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന വർക്കിലും അത് ഉണ്ടായേക്കാം, എന്ന് വെച്ചാൽ സ്ഥിരം അത് ഉണ്ടാവണമെന്നല്ല. ഡിജിറ്റൽ ഗാഡ്ജറ്റുകളുടെ അമിതമായ ഉപയോഗം, ഉറക്കക്കുറവ്, എക്സർസൈസ് ഇല്ലായ്മ, ഹെൽത്തി ഫുഡ് ഹാബിറ്റ് ഇല്ലായ്മ, ഇതെല്ലാം ഒരു എംപ്ലോയിനെ സ്ട്രെസ്സിലേക്ക് തള്ളിവിടും. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. ഒരു വ്യക്തിക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യം മറ്റൊരു വ്യക്തിക്ക് സ്ട്രെസ് ഉണ്ടാകണമെന്നില്ല. അതുകൂടാതെ ഇപ്പം നിങ്ങൾ ചിന്തിക്കുകയോ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഇല്ല ഇതൊന്നും ഇല്ലല്ലോ, പിന്നെ എന്താണ് ഇവർ ഇതിനെപ്പറ്റിയൊക്കെ പറയുന്നത്? ഞാൻ എല്ലാ സ്ഥാപനങ്ങളിലും ഒരുപോലെയല്ല പറഞ്ഞത്. ചില സ്ഥാപനങ്ങളിൽ മാത്രം എംപ്ലോയീസ് അനുഭവിക്കുന്ന വിഷമങ്ങളെ പറ്റിയാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞത്. ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്, അത് കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനും സാധിച്ചിട്ടില്ല. അപ്പം ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞു കഴിഞ്ഞു. വർക്ക് പ്ലേസ് ബേൺഔട്ട് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ ജോലി സ്ഥലങ്ങളും തൊഴിലാളികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കാനുള്ള ഇടങ്ങളായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.